ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോമ്പൊക്കെ ആവാറായില്ലേ. നോമ്പിന് പലരുടെയും വീട്ടിലും മിക്ക ദിവസം പത്തിരി തന്നെയായിരിക്കും. എന്നാൽ ചിലർക്ക് എത്രത്തോളം പത്തിരി ഉണ്ടാക്കിയാലും ശരിയാത്തവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 പാത്രം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ അളവ്. അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ബാക്കി ഒരു അരപ്പാത്രം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടല്ലാതെ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മാവൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ, വാട്ടിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി വരും. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ല കുറുകി സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് വെള്ളം വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലോണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ പാനിൽ നിന്ന് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോൾ കൈയൊന്നും ഒട്ടാതെ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ പത്തിരീൻ്റെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആ മാവ് വീണ്ടും കുഴയ്ക്കാനോ ഒന്നിനും നിന്നിട്ടില്ല കേട്ടോ. അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബോൾസാക്കി എടുക്കുന്നത്. ആ ബോൾസാക്കി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കയ്യിലൊരു മാവ് ഒട്ടലോ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പത്തിരി പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ 2 മെത്തേഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഇതാണ്. നമ്മൾ സാധാ ചപ്പാത്തിയും പൂരിയും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സിൽ അതിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ 2 കവറാട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാ അരിയോ പഞ്ചസാരയോ ഒക്കെ വാങ്ങുമ്പോൾ ഈ ഒരു കവർ കിട്ടൂലേ, അത് ഇതേപോലെ തന്നെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്. എന്നിട്ട് നമുക്ക് 2 സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഓരോ ബോൾസായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പത്തിരീൻ്റെ ബോൾസ് വെച്ച് കൊടുക്കണ മുമ്പ് കുറച്ചൊന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. എന്നാൽ തന്നെ ഇതേപോലെ നല്ല പ്രസ്സായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കവറിലോട്ട് കുറച്ചൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഓരോ ബോൾസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് പരന്ന് കിട്ടും. ഇനി നമ്മൾ പ്രസ് ചെയ്തെടുത്ത ഓരോ പത്തിരിയും അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നാൽ തന്നെ ചുടുമ്പോൾ നല്ല പൊള്ളച്ചിട്ട് നമുക്ക് പത്തിരി കിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോൾ ആദ്യത്തെ മെത്തേഡ്. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനി പത്തിരി പ്രസ് വീട്ടിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ എത്ര പരത്തിയിട്ടും ശരിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്സ് പറഞ്ഞിരുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ആ കവറില്ലേ, ആ കവർ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പത്തിരി ബോൾസ് ജസ്റ്റ് ഒന്ന് പരത്തി ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു കവറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ പ്ലേറ്റും കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും. ഇതാണ് കേട്ടോ വേറൊരു മെത്തേഡ്. ഇനി ഇത് നേരെ നമുക്ക് അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ കവറിലേക്ക് 2 സൈഡും എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നാൽ തന്നെ ഇതേപോലെ നല്ല പരന്നിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിലും ഞാനിവിടെ പത്തിരി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പത്തിരി ചട്ടി നല്ല ചൂടായിട്ട് വേണം ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ പത്തിരി ഒരു സൈഡ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പത്തിരി മറിച്ചിട്ട ശേഷം ചെറിയൊരു ബബിൾസ് പോലെ വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിടുമ്പോൾ അത് ഒറ്റ പൊള്ളനായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യമാണ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ തന്നെ പൊങ്ങി കിട്ടും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പത്തിരിയും കൂടി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഒറ്റ പൊള്ളനായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പത്തിരി ഉണ്ടാക്കിയിട്ട് നേരാത്തവർ എന്താണെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസ് പത്തിരി നമുക്ക് എത്ര മണിക്കൂർ കഴിഞ്ഞാലും നമ്മുടെ ഈ പത്തിരിക്ക് ഇതേ സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.